ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനാണ് വീണ്ടും തിരിച്ചടിയേറ്റത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നിലപാട് കടുപ്പിച്ചതോടെയാണ് സമവായത്തിനായുള്ള സർക്കാർ ശ്രമം പാളിയത്. AIADMKയും BJDയും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെ കൂടെ നിർത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാവശ്യപ്പെട്ട് AIADMKയും ഇന്നലെ രാജ്യസഭാ ചെയർമാന് നോട്ടീസ് നൽകി. നേരത്തെ നിലപാട് വ്യക്തമാക്കാതിരുന്ന നാഷണൽ കോൺഫറൻസും ബില്ലിനെതിരായി രംഗത്തെത്തി. രണ്ടാം UPA സർക്കാരിന്റെ സമയത്ത് കോൺഗ്രസ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന അതേ രൂപത്തിലാണ് ബില്ല് കൊണ്ടുവരുന്നുള്ള വാദം അവർ സ്വീകരിച്ചിട്ടില്ല. P. ചിദംബരം ബില്ലിന് അനുകൂലമായി നിലപാടെടുത്തതോടെ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായം ഉയർന്നുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതിയിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ബില്ലിനെതിരെ ശക്തമായ നിലപാടെടുത്തതോടെ BJP പ്രതിസന്ധിയിലായി. ഇടതുപക്ഷമാകട്ടെ നിലവിലുള്ള ബില്ലിൽ 3 ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സമവായ യോഗം കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത്. राज्यसभा में हमारे नेता लोग उनके साथ डिस्कस करके, ये ऑल पार्टीज का सवाल है, सिर्फ कांग्रेस एक ही नहीं है, सभी दल सपोर्ट कर रहे हैं सेलेक्ट कमेटी को भेजने के लिए. AIADMKയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമം BJP നേതൃത്വം തുടരുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് എന്ത് വിലയും നൽകി പാസാക്കാനാണ് BJP ശ്രമിക്കുന്നത്. സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുമ്പ് വിദേശ മൂലധനം ഇൻഷുറൻസ് മേഖലയിൽ എത്തിക്കാനുള്ള പാത തുറക്കുകയാണ് സർക്കാരിന്റെ ശ്രമം. മീഡിയ 1, ഡൽഹി.